ഹായ് എവ്രിവൺ. ബാംഗ്ലൂർ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളും പിന്നെ ബാംഗ്ലൂരുള്ള ആളുകളും ഒക്കെ കൂടുതൽ നോക്കുന്ന ഒരു കാര്യമാണ് അപ്പാർട്ട്മെന്റ് എങ്ങനെയാണ്, റെന്റ് എങ്ങനെയാണ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഫാമിലിക്ക് പറ്റുന്ന ഏരിയ ആണോ എന്നൊക്കെയുള്ള. അപ്പം അങ്ങനത്തെ ഡീറ്റെയിൽസും പിന്നെ എൻ്റെ ഈ വീടിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ ഇന്റീരിയേഴ്സ് ഉണ്ട് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒരു ഹോം ടൂർ പോലെ നമുക്ക് ഇതിനകത്ത് കാണിക്കാം. ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റി ഫേസ് 1 കോൺകോർഡ് മാൻഹട്ടനിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, നീലാദ്രി റോഡിൽ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തുടങ്ങാം. പുറത്തപ്പോൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് വരാം. അപ്പോൾ ഈ ബ്ലോക്കിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെയാണ് എൻട്രൻസ്, ഈ ക്യാമറ നിൽക്കുന്നതിന്റെ ബാക്കിലായിട്ട്. ഈ ഒരു സൈഡിൽ തന്നെയാണ് നമ്മുടെ വീട്, റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അതിന്റെ സൈഡിൽ തന്നെ ലിഫ്റ്റ് ഉണ്ട്. ഇതൊരു സെക്യൂരിറ്റി സ്പേസ് ആണ്. ഇതാണ് ഞങ്ങളുടെ സെക്യൂരിറ്റി ചേട്ടൻ. ഇവിടെ 2 ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഈ സൈഡിലായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. ഈ സൈഡിൽ വൈഷുവിന്റെ വണ്ടിയും പിന്നെ സൈക്കിളും കാര്യങ്ങളൊക്കെ വെച്ചേക്കും കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു ഷൂറാക്കുണ്ട്. അപ്പം നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ എല്ലാ ഫ്ലോറിലും 4 ഫ്ലാറ്റ് വീതമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഇവിടുത്തെ എല്ലാ ഫ്ലാറ്റുകളും. എല്ലാം എനിക്ക് തോന്നുന്നു 2.5 BHK തന്നെയാണ് മിക്കതെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അകത്തെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം, വായോ. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഞങ്ങളിങ്ങനെ ഗ്രീൻ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് എറണാകുളത്തെ ഫ്ലാറ്റിലേക്ക് വാങ്ങിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് ബാലൻസ് വന്ന പീസ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ്. പക്ഷേ ഇതിങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അധികം പൊടി നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു സ്പേസ്. വൈഷുവിനും ഇഷ്ടമാണ് ഇവിടെ ഇരുന്ന് കളിക്കാനൊക്കെ. പിന്നെ ഇവിടെ ഒരു ഷൂറാക്കുണ്ട്. ഷൂറാക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഒരു കുഷ്യൻ പോലെയുണ്ട്. പിന്നെ മുകളിൽ നമ്മളൊരു ഡിസൈനർ ലാമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫ്ലാറ്റ് റെൻറ്റിന് എടുത്തപ്പോഴത്തേക്കും ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, സെയിം തന്നെയായിരുന്നു, പക്ഷെ അതൊരു ഡിഫറെൻറ്റ് കളറായിരുന്നു. ഞങ്ങളത് മാറ്റി ബ്ലാക്ക് ആക്കി ഇട്ടു. പിന്നെ നേരെയുള്ള ഈ വാളിൽ ഇതൊരു മ്യൂറൽ പെയിൻറ്റിങ് ആണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങൾ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ശില്പകലയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 3000 രൂപയാണ് ആ സമയത്ത് ആയത്. അപ്പോൾ എറണാകുളത്തുള്ള ഫ്ലാറ്റിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ നമ്മളത് റെൻ്റ് ഔട്ട് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അതുകൊണ്ടാണ് ആദ്യം കയറി വരുമ്പോൾ തന്നെ ഇത് കാണാനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കേരള തീമാണല്ലോ, മ്യൂറൽ പെയിൻറ്റിങ്ങും പിന്നെ കഥകളിയുടെ രൂപമൊക്കെ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ബട്ടർഫ്ലൈസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കയറി വരുമ്പോൾ തന്നെ കാണുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. ഈ കയറി വരുന്ന സ്പേസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ലിവിങ് റൂമാണ് കേട്ടോ. ഇവിടെ ഒരു 7 സീറ്റർ കോർണർ സോഫയാണ് ഉള്ളത്. അത് ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ബാംഗ്ലൂരുള്ളൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് നല്ല ഐറ്റംസ് അത്യാവശ്യം കോമ്പറ്റീറ്റബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടും. കാരണം ഒരുപാട് ടെമ്പററി റെസിഡൻസ് ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ മൂവ് ഔട്ട് സെയിലൊക്കെ ഒത്തിരി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചൊരു സോഫയാണ്. ഇത് റീപ്ലേസ് ചെയ്യാറായി ശരിക്കും. വൈഷു വളരെ ചെറുതായിരുന്നപ്പോഴത്തേക്കും വാങ്ങിച്ചൊരു സോഫയാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഇലക്ട്രോണിക് സിറ്റിയിലാണ് ഇവിടെ താമസിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇലക്ട്രോണിക് സിറ്റിയാണ് ബാംഗ്ലൂർ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉള്ളതെന്ന് തോന്നുന്നു. അല്ലാത്ത സ്ഥലത്തും ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ 1400 സ്ക്വയർ ഫീറ്റാണ്. ഇതേപോലത്തെ സെയിം ഒരു അപ്പാർട്ട്മെന്റ് മടിവാളയോ അല്ലെങ്കിൽ BTM ഒക്കെ ആണെങ്കിൽ കുറച്ച് അധികം പ്രൈസ് വരും. ഇതിന്റെ റെന്റ് എന്ന് പറയുന്നത് 30,000 പ്ലസ് മെയിൻ്റനൻസ് ആണ്. പല ഫ്ലാറ്റുകളുണ്ട് കേട്ടോ. പല ഫ്ലാറ്റുകളും പല പല റെന്റാണ്. എൻഡ് ഓഫ് ദി ഡേ ഓണറിന്റെ ഡിസിഷൻ ആണല്ലോ. സെയിം അപ്പാർട്ട്മെന്റ് തന്നെ മടിവാളയിലോ അല്ലെങ്കിൽ വേറെ ബാംഗ്ലൂരുള്ള വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു 60,000 70,000 വരെയൊക്കെ അവർ പറയാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു റഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പുറത്തുണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു 11 BDക്ക് വാങ്ങിച്ച റഗ്ഗാണ് കേട്ടോ. അതായത് 2200 അങ്ങനെ എന്തോ ആണ് ഇന്ത്യൻ പ്രൈസ് വരുന്നത്. അപ്പം അങ്ങനെ വാങ്ങിച്ചൊരു റഗ്ഗാണ്. പക്ഷെ ഇച്ചിരി വലുതാണ് കേട്ടോ. അതാണ് നമുക്ക് ക്ലീൻ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരു ഇച്ചിരി പാടാണ്. പിന്നെ ഇവിടെ ഒരു കോഫി ടേബിൾ ഉണ്ട്. കോഫി ടേബിളിൻ്റെ പൊക്കത്ത് ഒരു ചെടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ലൈവ്ലി പ്ലാന്റ്സ് വളർത്തണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ചെടിയൊക്കെ കരിഞ്ഞൊരു പരിവായിട്ടുണ്ടാവും. പിന്നെ ഇതിന്റെ പൊക്കത്ത് ഒരു ഡിസൈനർ ലാമ്പ്, ഒരു ചെറിയ ഷാൻലിയർ പോലെ ഉണ്ട് കേട്ടോ. ഇത് ഓൾറെഡി നമ്മളിവിടെ റെന്റിന് എടുത്തപ്പോൾ തന്നെ ഉണ്ടായിരുന്ന. റെന്റിന് എടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് അൺഫർണിഷ്ഡ് ആയിരുന്നു കേട്ടോ. ഒരു സാധനങ്ങളും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് ഇപ്പം ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഒരു വർഷം ആവാറായിട്ടോ. അതിനുള്ളിൽ കുറേ സാധനങ്ങളൊക്കെ ആഡ് ചെയ്താണ് ഇങ്ങനെ ആക്കിയത്. പിന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ 2 സിംഗിൾ ബെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു കബോർഡും അത്രേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം നമ്മളിങ്ങനെ പതുക്കെ വാങ്ങിച്ചാണ്. സൈഡിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 4000-ന് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ വൈഷോപ്പ് ഇങ്ങനെ ഒടിച്ചു വെച്ചിട്ടുണ്ട്. ഈ പോട്ടും ഇതും വേറെ വാങ്ങിച്ചതാണ് കേട്ടോ. പോട്ടിന് വലിയ വിലയില്ല, പക്ഷേ പ്ലാന്റിന് 4000 ആണ്. ലിവിംഗ് റൂമിന്റെ വോളിൽ ഒരു 3 സാധനങ്ങൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 3 സെക്ഷൻ ആയിട്ട്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു 6 ഫ്രെയിം ആണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ. ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ആയത് കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ ജനല് വഴി ഈ ഒരു മതിൽ കാണാൻ പറ്റും. അപ്പൊ ആ മതിലിൽ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു ഫ്രെയിം സെറ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും
ഇങ്ങനെ ഒരു 4 സ്റ്റാൻഡ് പോലത്തെ ചെറിയൊരു സാധനമാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ശരിക്കും കാർഡ്ബോർഡ് പീസാണ്, പേപ്പറാണ്. ഇത് 2 ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു 2 ചെറിയ സ്റ്റാച്ചു പോലത്തതും നടുക്കൊരു ബട്ടർഫ്ലൈനെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതൊരു ചെറിയ ഫോട്ടോ ഫ്രെയിം സെറ്റാണ്. ഇത് 3 ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ക്ലോക്കും അതേട്ടോ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. വലിയ വിലയില്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്കതൊരു ഡിസ്കൗണ്ട് സെയിലും കൂടെ കിട്ടിയതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ TV യൂണിറ്റ് ആണ് ഇവിടെ. നമുക്ക് TV യൂണിറ്റ് ആയിട്ടല്ല കേട്ടോ, ഇങ്ങനെ ഒരു പ്ലെയിൻ മതിലായിരുന്നു. അപ്പം ഞങ്ങളത് കാണാൻ ഇച്ചിരി ഭംഗി ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഡിഷിൻ്റെ സ്റ്റാൻഡില്ലേ, ഇത് വാങ്ങിച്ചു വെച്ചു. പിന്നെ ഇതൊരു റിമോട്ടിൻ്റെ സ്റ്റാൻഡാണ്. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. ഗ്രീനും ഓറഞ്ചും കൂടെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നതുകൊണ്ട് ഇപ്പുറത്തേക്കും ഒരു സ്റ്റാൻഡ് വെച്ചു. ശരിക്കും നെയിൽസ് വെച്ചിട്ട് വെച്ചേക്കണത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീട്ടിൽ. ബാക്കി എല്ലാം മറ്റേ അഡസീവ് നെയിൽസ് ആണ്, ഒട്ടിച്ച് വെക്കുന്ന ടൈപ്പ് നെയിൽസ് വെച്ചിട്ട് എല്ലാം വെച്ചാണ്. ഇത് മാത്രമേ ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഈ ഒരു സ്റ്റാൻഡിൽ കൂടുതലും ബ്രാസിന്റെ സാധനങ്ങളാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ദൈവങ്ങളുടെ പ്രതിമയും ഒരാനയല്ല 2 ആനയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ താഴത്ത് മാത്രം ഒരു മിറർ വെച്ചിട്ടുണ്ട്. ഈ ഒരു മിറർ വിഷുക്കണി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് വില്ലേജ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് പർപ്പസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ ഈ സൈഡിൽ TV വാൾ മൗണ്ട് ചെയ്തേക്കുവാണ് കേട്ടോ. നമുക്ക് മറ്റേ TV യൂണിറ്റ് ആയിട്ട് സെപ്പറേറ്റ് ഇല്ലാത്ത കാരണം ഇങ്ങനെയാണ് ചെയ്തേക്കണം. ഇവിടെ ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്. ഇത് അനന്തശയനമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, കയറി വരുമ്പോൾ തന്നെ ഈ കാണുന്ന ഈ മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ടല്ലോ, ഇതിനെ പറയുന്നത് ശിവകുടുംബം എന്നാണ്. അതായത് ശിവനും ഗണപതിയും പാർവതിയും പിന്നെ സുബ്രഹ്മണ്യനുമാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ഇത് വെക്കുന്നത് നല്ലതാണെന്നൊക്കെയുള്ള ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ. ലിവിംഗ് റൂമിൻ്റെ ഒരു സൈഡിലെ വാള് കുറച്ച് കളർ കോൺട്രാസ്റ്റ് ഉള്ളൊരു വാളാണ്. സ്റ്റിക്കറാണോ പെയിൻറ്റിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളിത് അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് എടുത്തപ്പോൾ തന്നെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ. ഇത് ഫോട്ടോ വാളാക്കാൻ തീരുമാനിച്ച് ഞങ്ങളുടെ കുറച്ച് എന്താ പറയണേ മെമ്മറീസ് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുവാണ് കേട്ടോ. ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഫോട്ടോ, പോസ്റ്റ് വെഡ്ഡിങ്, പ്രീ വെഡ്ഡിങ്, പിന്നെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോയതൊക്കെ. ആ കാണുന്നതൊക്കെ തായ്ലൻഡ് ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ മലേഷ്യ അവിടെയൊക്കെ പോയപ്പോൾ എടുത്ത ഫോട്ടോസാണ്. പിന്നെ അത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വൈഷുവിൻ്റെ 4th മന്തിൽ ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് നടത്തിയായിരുന്നേ. ആ ഫോട്ടോസാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇടയിലും ഉണ്ട് കേട്ടോ കുറച്ച് ബട്ടർഫ്ലൈസ്. ജനലാണ് ഈ കാണുന്നത്. ഇത് തുറന്നു കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വെട്ടമാണ്, കാരണം ഇതാണ് കിഴക്ക് സൈഡ്. ഞാൻ കാണിച്ചു തരാവേ. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ കയറി വരുന്ന ഏരിയ ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ആണ്. നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണ്. അപ്പോൾ ഈ ബാക്കി കാണുന്ന തന്നെയാണ് കിച്ചൺ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തത്. ഒരു 5 സീറ്റർ ഡൈനിങ് ടേബിൾ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തതാണ്. ശരിക്കും ഒരു ചെയറും കൂടെ ഉണ്ട്. ഇവിടെ സ്ഥലം ഇല്ലാത്തതാണ് പിന്നെ ഞാനത് മാറ്റി അങ്ങ് ഇട്ടു. അപ്പോൾ അതിൻ്റെ നടുക്ക് ഇതുപോലൊരു ഫ്ലവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അത്യാവശ്യമുള്ള അച്ചാറ്, പിന്നെ രാവിലെ ഞങ്ങൾ ഈ ജീരയുടെ വെള്ളം കുടിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വാളിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ പട്ടായയിൽ പോയപ്പോഴുള്ള ഫോട്ടോസാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തൊരു ബുദ്ധയുടെ ഒരു ഇതുണ്ട്, 5 സാധനങ്ങളുള്ള ഒരു ഇതുണ്ട്. പിന്നെ അതിൻ്റെ പൊക്കത്തേക്ക് വൈഷുവിൻ്റെ ഫോട്ടോയാണ് കേട്ടോ. വൈഷുവിൻ്റെ 4th മന്തിൽ നടത്തിയ ഫോട്ടോഷൂട്ടിൻ്റെ ഡിഫറെൻറ്റ് വേഷത്തിലുള്ള ഫോട്ടോസാണ്. അവർ പൈലറ്റൊക്കെ ആയിട്ടൊക്കെ ഫോട്ടോ എടുപ്പിച്ചായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസൊക്കെയാണ്. പിന്നെ ഒരു ഭംഗിക്കൊരു ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ടുണ്ട്. ആ സൈഡിലൊരു ക്ലോക്കും ഉണ്ട്. അപ്പോൾ അത്രയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓപ്പൺ കിച്ചൺ ആണ്. പിന്നെ ഞാനന്ന് കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് പർച്ചേസ് നടത്തിയപ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തൊന്നാണ് ഇത്, ഈ ഒരു തൂക്കി കിട്ടേക്കണ ഒരു സാധനം. ഇത് 300 രൂപയ്ക്ക് വാങ്ങിച്ചാണ്. പിന്നെ അതിൻ്റെ താഴത്ത് ഇങ്ങനെ ഒരു ഗ്യാസിൻ്റെ ഏരിയ ഉണ്ട്. പിന്നെ ക്ലോസറ്റ് കബോർഡ്സ് ഉണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് ഉള്ളൊരു കിച്ചണാണ് കേട്ടോ. ഇവിടെയും 2-3 ചെടികൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം ഉണ്ട്, അവിടെ ഒരെണ്ണം ഉണ്ട്. പിന്നെ ആ സൈഡിൽ വാഷ് ബേസിൻ, പാത്രങ്ങൾ, അതൊക്കെയാണ്. അപ്പം ഞാനിവിടെ കലണ്ടർ തൂക്കിയിട്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കാണുമ്പോൾ ഓർക്കുമല്ലോ. ഇവിടെ ഒരു എയർ ഫ്രയർ ഉണ്ട്, സാൻഡ്വിച്ച് മേക്കറുണ്ട്. പിന്നെ ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ ഇവിടെയാണ് വെച്ചേക്കണത്. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കാറാണ് കേട്ടോ പതിവ്. അപ്പം അത്രയും സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അധികം സ്റ്റോറേജ് ഒന്നും ഇല്ലായിട്ട് ഞങ്ങൾ ഈ ഫ്ലാറ്റ് എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിച്ചൺ ആട്ടോ. ഈ കിച്ചൺ ശരിക്കും പറഞ്ഞാൽ നല്ല അധികം കബോർഡ്സ് ഉണ്ട്. നമുക്ക് എല്ലാ ഫ്ലാറ്റിലും ഒന്നും ഇങ്ങനെ കിട്ടില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ തന്നെ വേറൊരു ഫ്ലാറ്റ് കണ്ടപ്പോൾ ആ ഫ്ലാറ്റ് എല്ലാം നല്ലതാണ്, കൂടുതൽ സ്റ്റോറേജും ഒക്കെ ഉണ്ട്. പക്ഷേ കിച്ചണിൽ കബോർഡ്സ് ഇല്ല. നമുക്ക് ഈ കിച്ചണിൽ കബോർഡ് ഉണ്ടെങ്കിലുള്ളൂ അധികം മെസ്സി ആവാതിരിക്കുള്ളൂ. അതാണ് എൻ്റെ പ്രിഫറൻസ് ഈ ഒരു ഫ്ലാറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയിൽ അത്യാവശ്യമുള്ള ക്ലീനിങ് സാധനങ്ങളൊക്കെ വെച്ചാണ്. ഞാൻ കാണിച്ചു തരാം, വായോ. ഇവിടെ ഡ്രൈ വേസ്റ്റ്, വെറ്റ് വേസ്റ്റ് വേറെ വേറെ വെക്കണം. അപ്പോൾ
വേസ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുക. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇവിടെ ക്ലീനിങ്ങിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ഒരു ഷെൽഫ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചതാണ്. പിന്നെ ഒരു കൂളറുണ്ട്, പിന്നെ അലക്കാനുള്ള തുണികൾ അതൊക്കെ ഇവിടെ വെച്ചാണ്. പിന്നെ ഒരു ഡിഷ് വാഷറും ഉണ്ട്. ഇത് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. വാക്യൂം ക്ലീനർ ഒരെണ്ണമുണ്ട്. ഇവിടെ തന്നെ അലക്കി വിരിച്ചിരുന്ന തുണികളൊക്കെ ഇട്ടാൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ആയത് കാരണമേ ബാൽക്കണി ഇല്ല. അത് നല്ലതുമാണ് മോശമാണ്. നല്ലത് എന്താണെന്ന് വെച്ചാൽ വൈഷു കുഞ്ഞു കുട്ടിയായത് കാരണം നമുക്ക് പേടിയാണ് ബാൽക്കണിയിൽ പോയി എങ്ങാനും വീഴുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോയെന്നൊക്കെ പേടിയാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആട്ടോ. ഞാൻ ഈ കിച്ചണിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇവിടെ വന്ന് പുറത്തേക്കൊക്കെ നോക്കി നിൽക്കാറുണ്ട്. ആ നേരെ കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഒത്തിരി പിള്ളേർ വന്നിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ടേബിൾ, ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ ബാക്കിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഫ്രിഡ്ജാണ് കേട്ടോ. ഇതും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിച്ചതാണ്. ഭയങ്കര എക്കണോമിക്കലായിട്ട് കിട്ടിയൊരു സാധനമാണ്, യൂസ്ഫുൾ ആണ്. ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ പൊക്കത്ത് ഇതുപോലെ ഒരു വലിയ ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ്. ഇതും കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചാട്ടോ. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് മാർബിളിൻ്റെ ടെമ്പിൾ ആണ്. ഈ ഒരു സാധനം എനിക്ക് ഇച്ചിരി പേടിയുള്ളൊരു സാധനമാണ് കേട്ടോ. ഇത് നല്ല വെയിറ്റാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ ഇത് റെന്റിന് എടുത്തപ്പോഴത്തേക്കും ഇവിടെ ഉണ്ടായിരുന്നതാണ്. അവർ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു, അപ്പോൾ അവർ ഇതാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് തന്നിട്ട് പോയതാ. ഇത് കേരളത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കഴിഞ്ഞ മുമ്പത്തെ തവണ വെക്കേഷന് പോയപ്പോൾ അവിടെ നിന്ന് തേവരയിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു കൃഷ്ണൻ്റെ പീസാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റും ഞാനിതുപോലെ ആമസോണിൽ നിന്ന് വാങ്ങിച്ച വേറെ കൃഷ്ണന്മാരെ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചു. അപ്പോൾ ഈ ഏരിയ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഒരു ചെടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. മണി പ്ലാന്റ് ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നാളായിട്ടുള്ള മണി പ്ലാന്റ് ആണ്. ഒരു തവണ എനിക്ക് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അത് കണ്ട് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒഴിച്ച് ബാക്കി എല്ലാ പ്ലാന്റ്സും ഉണങ്ങിപ്പോയി. അപ്പോൾ അപ്പം തൊട്ടേ സർവൈവ് ചെയ്ത് വന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു 3 സ്റ്റോറേജ് ഷെൽഫ് പോലെ അല്ലെങ്കിൽ ഒരു ഡെക്കോർ പീസ് പോലെ ഉള്ള ഒരു സ്ഥലമാണ്. ഇതിനകത്ത് മുകളിലിരിക്കുന്നത് 3 ബുദ്ധയുടെ ഒരു സെറ്റാണ്. പിന്നെ ഇതും ബുദ്ധ തന്നെയാണ്. ഇത് രണ്ടും ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. പിന്നെ ഇതൊരു ഫ്ലവർ വേസ് ആണ് കേട്ടോ. അത് ചുമ്മാ അങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു വാള് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇപ്പം ഇത്രയും ഭാഗം നമ്മൾ കയറി വരുമ്പോഴുള്ള ലിവിങ് റൂമിൻ്റെയും പിന്നെ ഡൈനിങ് ഏരിയയുടെയും കിച്ചണിൻ്റെയും ഒരു പോർഷൻ തന്നെയാണ് കേട്ടോ. ഈ ഒരു വാളാണ് ആദ്യം ഞങ്ങൾ അലങ്കരിച്ചൊക്കെ ഇങ്ങനെ വെച്ചത്. ഈ ഒരു ഏരിയയിലേക്ക് ലൈറ്റ് കുറവാണ്, പക്ഷെ കാണാൻ ഭംഗി ഇവിടെയാണ്. ഇത് രണ്ടും ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. പിന്നെ 2 ഫ്ലവർ വേസും വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വളരെയധികം മെമ്മറീസ് ഉള്ള കുറച്ച് ഫോട്ടോസും ഉണ്ട് കേട്ടോ. വൈഷുവിൻ്റെ ചെറുപ്പത്തിലുള്ളതും പിന്നെ ഞങ്ങളുടെ പ്രീ വെഡിങ്ങിൻ്റെയും. പിന്നെ ഇത് വൈഷുവിൻ്റെ 27ാമത്തെ ദിവസം എടുത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യൽ ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ്. പിന്നെ ഇവിടെ ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട് കേട്ടോ. ഇത് സെയിം തന്നെയാണ്, മറ്റേ ശിവകുടുംബത്തിൻ്റെ തന്നെ ഫോട്ടോയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മെയിൻ ബെഡ്റൂം. ഇനി മെയിൻ ബെഡ്റൂം കാണാം, വയോ. അപ്പോൾ ഇതാണ് ബെഡ്റൂമിൻ്റെ ഉൾഭാഗം. അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. അത്യാവശ്യം അല്ല, അധികം സ്പേഷ്യസ് ആണിത്. ശരിക്കും നമുക്ക് ഇത്രയും സ്പേസ് ആവശ്യമില്ല. ഒരു ക്യൂൺ സൈസ് ബെഡും പിന്നെ സിംഗിൾ ബെഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടതാണത്. വൈഷുവിന് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടും നോറ് ഉരുണ്ട് നടന്നാലും താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സൈഡിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ട്രെഡ്മില്ലുണ്ട്. ഞങ്ങൾ അധികം യൂസ് ചെയ്യാറില്ല, എന്നാലും ഹെൽത്ത് കോൺഷ്യസ് ആയ സമയത്ത് വാങ്ങിച്ചു വെച്ചതാണ്. ഈ ബെഡിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു പർപ്പിൾ കളർ വാളാണ് കേട്ടോ. അതിന്റെ ഒരു സൈഡിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഫോട്ടോ വാൾ പോലെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡ് ഫുള്ള് എംപ്റ്റി ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രൊജക്ടർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ആവുമ്പോൾ ഇവിടെ ഇരുന്നാണ് TV കാണലും OTT മൂവീസ് കാണുന്നതൊക്കെ ഇവിടെയാണ്. അപ്പോൾ വൈഷുവും രാത്രി ആകുമ്പോൾ TV എന്ന് പറഞ്ഞ് ഇങ്ങോട്ടാട്ടോ വരുന്നത്. ബെഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 ഡ്രീം ക്യാച്ചർ വെച്ചിട്ടുണ്ട്. ഇത് വെക്കുന്നതിനകത്ത് എന്തൊക്കെയോ പോസിറ്റിവിറ്റി ഉണ്ട് കേട്ടോ. സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് പോലൊരു സംഭവം ഉണ്ട്. സ്റ്റോറേജ് അല്ല, സ്റ്റാൻഡ് പോലെ. ഇവിടെ യൂസ് ചെയ്യുന്ന റിമോട്ടൊക്കെയാണ്. ഇതും റിമോട്ടിന്റെ ഹോൾഡർ തന്നെ. AC-യുടെ റിമോട്ട്, പ്രൊജക്ടറിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചാണ്. പിന്നെ അതിന്റെ പൊക്കത്ത് വൈഷുവിന്റെ ഒരു ജിറാഫും ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് ഉണ്ട്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അപ്പുറത്തെ മുറിയിലേക്ക് പോവാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ പോലെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു ഡോർ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഇവിടെ അടയ്ക്കാം. ഇവിടെയാണ് കോമൺ ബാത്റൂം വരുന്നത്, എൻ്റെ ഈ റൈറ്റ് സൈഡിൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് 2.5 BHK ആണ്. ആ 0.5 ഇതാണ്. ഇവിടെയാണ് ഹസ്ബൻഡ് ഇരുന്ന് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ സ്റ്റോറേജ് റൂമായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, വൈഷുവിൻ്റെ പഴയ ടോയ്സ് ഒക്കെ വെക്കാനും ഒക്കെ. പിന്നെ ഈ ഒരു സൈഡില് ഇതുപോലൊരു ഡെക്കോർ വെച്ചിട്ടുണ്ട്. ഒരു 3 പീസ് ഡെക്കോറാണ്. കാണാൻ നല്ല ഭംഗിയാണ്, പൂക്കളുടെ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ്
ഈ വീട്ടിലെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുറിയാണ്. കാണിച്ചു തരാൻ വായോ. കയറി വരുമ്പോൾ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ ഒരു വർക്ക് സെറ്റപ്പ് മാത്രമല്ല, ഞാൻ കൂടുതലും റീൽസിലൊക്കെ കാണുന്നത് ഈ ഒരു ചെയറാണ് കേട്ടോ. ഇവിടെ ഇരുന്നാണ് റീൽ ചെയ്യലും യൂട്യൂബ് ചെയ്യലും എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ലാപ്ടോപ്പും എല്ലാം. ഈ ഒരു സൈഡിലിരിക്കുന്നത് ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് വാങ്ങിച്ച സ്റ്റാൻഡ്സ് ഒക്കെയാണ്. ഈ 3 ട്രൈപോഡുകളാണ് കൂടുതലും യൂസ് ചെയ്യാറ്. അതുകൂടാതെ തന്നെ റിംഗ് ലൈറ്റും ഉണ്ട് കേട്ടോ. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. മറ്റേ മാസ്റ്റർ ബെഡ്റൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര വലിപ്പം ഇല്ലെങ്കിലും ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഏട്ടൻ ഓഫീസ് റൂമിൽ ഇരുന്നാണ് വർക്ക് ചെയ്യണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു റൂം എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ പ്രൈവറ്റ് ആയിട്ട് കിട്ടിയേക്കുന്ന പോലത്തെ ഒരു റൂമാണ്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഞാൻ യൂട്യൂബും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. വർക്കിങ്ങും ഇവിടെ തന്നെ ഇരുന്നാണ്. ഇവിടെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എൻ്റെ വർക്കിൻ്റെ ലാപ്ടോപ്പ്, യൂട്യൂബിൻ്റെ ലാപ്ടോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ മൈക്ക് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ബുക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ അടുത്ത് വെക്കുവേ. അതുകൂടാതെ തന്നെ ഈ ഒരു ടേബിളിൻ്റെ ഉള്ളിലെല്ലാം ഉള്ളത് ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വയറ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ് പുറത്തേക്ക്. നല്ല വ്യൂ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം പ്രൈവസി ഉണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ. ഇപ്പം റീലൊക്കെ എടുക്കാനായിട്ട് ലൈറ്റിന് വേണ്ടിയിട്ട് ഒന്ന് തുറന്നിട്ടാലും ആരും കാണുമൊന്നുമില്ല. കാരണം നമുക്കൊരു ചളിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ പൊക്കത്തായിട്ട് ഒരു 3 ഫ്രെയിം പോലെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്കും യെല്ലോയും റെഡും ആയിട്ട്. അപ്പുറത്തെ മുറിയിൽ പറയാൻ മറന്നൊരു കാര്യമുണ്ട് കേട്ടോ. ഈ മുറിയിലും ആ മുറിയിലും മറ്റേ UV പ്രൊട്ടക്റ്റഡ് കർട്ടൻസ് ആണ്. നമുക്ക് എത്ര നേരം വേണേലും കിടന്നുറങ്ങാം. ഈ സൂര്യപ്രകാശം ഒന്നും അകത്തേക്ക് കയറി വരില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു സിംഗിൾ ബെഡ് ഉണ്ട്. ഇവിടെ ആരും കിടക്കാറില്ല കേട്ടോ. നേരത്തെ ഞങ്ങൾക്ക് ഹെൽപ്പിന് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആൻറ്റി യൂസ് ചെയ്തിരുന്ന മുറിയായത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എൻ്റെ മാത്രമായിട്ട് ഇത് മാറി. അപ്പോൾ ഇതൊരു സിംഗിൾ ബെഡാണ്. പിന്നെ ഇതിന്റെ പൊക്കത്തേക്ക് ഇങ്ങനെ ഒരു കിളികളുടെ പോലത്തെ ഒരു 4 ഫ്രെയിം ഉണ്ട്. ഈ ഒരു സെറ്റ് ഓഫ് കബോർഡാണ് കേട്ടോ ഇപ്പുറത്തെ സൈഡിലുള്ളത്, ഈ ജനലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ശരിക്കും ഈ ഒരു 4 സെറ്റ് കബോർഡും പിന്നെ 3 സെറ്റ് കബോർഡും പിന്നെ ഈ ഒരു മേക്കപ്പ് ടേബിളും ഞങ്ങൾ ഒന്നിച്ച് വാങ്ങിച്ചാണ്. അത് കിട്ടിയതുകൊണ്ട് തന്നെ ഒത്തിരി സ്റ്റോറേജ് കിട്ടിയിട്ടോ നമുക്ക്. ഈ താഴത്തെല്ലാം വെച്ചിരിക്കുന്നത് വൈഷ്ണുവിന്റെ ടോയ്സ് ആണ് കേട്ടോ. അപ്പൊ വൈഷ്ണു ഇരുന്ന് കളിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഓഫീസ് റൂം ഇതാണ് കേട്ടോ. ഇതൊരു ഭയങ്കര ചെറിയൊരു കോമ്പാക്റ്റ് മുറിയാണ്. ഇവിടെയാണ് ഹസ്ബൻഡ് ഇരുന്ന് വർക്ക് ചെയ്യണേ. അപ്പൊ അതിന്റെ ലാപ്ടോപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ ഈ ഫ്ലാറ്റിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വെന്റിലേഷൻ ആണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല കാറ്റാട്ടോ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ. നല്ല രസമാണ് ഇങ്ങനെ പുറത്തൊക്കെ കാണാനും ഒക്കെ. അപ്പൊ അത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ശരിക്കും ഉണ്ടല്ലോ, ഞങ്ങൾ ബാംഗ്ലൂരിന്റെ പല ഭാഗങ്ങളിൽ റെന്റിന് നിന്നിട്ടുണ്ട്. ഒരു 2019 തൊട്ട് ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മടിവാള ആ വശത്ത്, പിന്നെ കാവൽ ഭൈരസാന്ദ്ര, KR പുരം, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ റെന്റിന് നിന്നിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം വെച്ച് നോക്കുമ്പോഴും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ഥലമാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് വരാതിരുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളപ്രശ്നം ഉണ്ടെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവം സഹായിച്ച് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതൊരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ് കേട്ടോ. പുറത്ത് ഒത്തിരി അമ്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഇതിനകത്ത് വീണ്ടും പറയാത്തത്. പിന്നെ ഒത്തിരി മലയാളീസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഓരോ കാര്യങ്ങളും നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. ഓണം സെലിബ്രേഷൻസ് ആയാലും പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സന്തോഷം വേറെ ഉണ്ട്. അപ്പൊ അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചത്. ഈ ഒരു കോൺകോഡിന്റെ മതിലിന്റെ തൊട്ടപ്പുറത്ത് മദർഹുഡ് ഹോസ്പിറ്റലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമായാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എമർജൻസി ഒക്കെ ഉണ്ടായ സമയത്ത് ഞങ്ങളും അങ്ങോട്ടാട്ടോ പോയത്. പെട്ടെന്ന് പോകാനും വരാനും ഒക്കെ പിള്ളേരുള്ളവർക്കൊക്കെ ഏതെങ്കിലും ഹോസ്പിറ്റലൊക്കെ അടുത്തുണ്ടെങ്കിൽ ഭയങ്കര ആശ്വാസമാണല്ലോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, വൈഷുവിന്റെ സ്കൂൾ ഇവിടുന്ന് വളരെ അടുത്താട്ടോ. വൈഷു ഇപ്പൊ സ്കൂളിൽ പോയേക്കുവാ. ഇപ്പൊ ജസ്റ്റ് പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കരഞ്ഞാലൊക്കെ നമുക്ക് പോയി നോക്കാനും കാണാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഇതിന്റെ അകത്തും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ അല്ല ആക്കിയത്. ഈ കോൺകോഡിന്റെ തന്നെ മതിലിന്റെ അപ്പുറത്ത് വേറെ ഒരെണ്ണമുണ്ട്. അപ്പൊ അവിടെയാണ് ആക്കിയേക്കണേ. പുതിയതായിട്ട് ഇവിടെ ഫ്ലാറ്റ് എടുക്കാൻ വരുന്നവർക്ക് റെന്റൊക്കെ കൂടുതലാണ് കേട്ടോ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നന്നായിട്ട് വന്ന് അന്വേഷിച്ച് ഓണേഴ്സായിട്ട് നേരിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതൊക്കെ ആയിരിക്കും നല്ലത്. കാരണം പല ആപ്പുകളിലും പല തട്ടിപ്പും ഒക്കെ ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞങ്ങളുടെ റെന്റ് എന്ന് പറയുന്നത് 30,000 പ്ലസ് മെയിൻ്റനൻസ് ആണ്. ഇപ്പൊ മെയിൻ്റനൻസ് കൂടി 7,000 എന്തോ ഒക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ആപ്പിൽ കൂടെ എടുക്കുമ്പോഴത്തേക്കും ഒരു മെയിൻ്റനൻസ്, പിന്നെ ഓണറുമായിട്ട് നേരിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു എമൗണ്ട്. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാംഗ്ലൂർ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേര് റെന്റിനായിട്ട് അപ്പാർട്ട്മെന്റ്സ് നോക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇവിടുത്തെ അമ്യൂണിറ്റീസിന്റെ വീഡിയോ ഇട്ട സമയത്ത് അങ്ങനെ ഒത്തിരി പേര് ഡീറ്റെയിൽസ് ചോദിച്ചായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഈ കോൺകോഡിന്റെ ഉള്ളിൽ തന്നെയുള്ള ഫ്ലാറ്റുകൾ എങ്ങനെയാണ്, ബിൽഡിംഗ് ക്വാളിറ്റി എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അവർക്കും ഒക്കെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു.